അപ്പോൾ മർത്ത ചെന്ന് അവനെ സ്വീകരിച്ചു. എന്നാൽ മറിയം വീട്ടിൽ തന്നെയിരുന്നു. മർത്ത യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാൽ നീ ചോദിക്കുന്നതെന്തും ദൈവം നിനക്ക് തരുമെന്നെനിക്കറിയാം. യേശു പറഞ്ഞു, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. മർത്ത പറഞ്ഞു, അന്ത്യദിനത്തിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നെനിക്കറിയാം. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വേ കർത്താവേ, ഈ ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉത്ഥാനവും ജീവനും ഞാനാകുന്നു എന്നരുളിച്ചെയ്ത കർത്താവേ, അങ്ങയുടെ ജീവനിൽ പങ്കാളിയാകുകയും ഉത്ഥാനത്തിലുള്ള പ്രത്യാശയോടുകൂടി ജീവിതം നയിക്കുകയും ചെയ്ത ഈ സഹോദരൻ നിത്യജീവൻ പ്രാപിക്കുവാൻ അനുഗ്രഹം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നരുളിച്ചെയ്ത കർത്താവേ, അങ്ങയുടെ പരിപാലനയിൽ സമ്പൂർണ്ണ സമർപ്പണം നടത്തി വിശ്വാസം കാത്തു സൂക്ഷിച്ച ഇയാളെ മഹത്വത്തിന്റെ കിരീടം അണിയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, തിരുസഭയ്ക്ക് വേണ്ടി ദാസൻ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഇയാളിൽ വിളങ്ങിയിരിക്കുന്ന നന്മകൾ ജീവിതത്തിൽ പകർത്തുവാനും സഭയുടെ വിശുദ്ധ മക്കളായി ജീവിക്കുവാനും വേണ്ടി അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഈ ലോക ജീവിതത്തിന്റെ നശ്വരത തിരിച്ചറിഞ്ഞ് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ജീവിതാന്തത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി പാലിക്കുവാനും ഈ ക്രിസ്തു ജീവിതം ഫലപ്രദമായി നയിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരയുന്നവരുടെ ആശ്വാസമായ കർത്താവേ, ഈ സഹോദരന്റെ വേർപാട്